നിവിൻ പോളി നായകനായ ഡിജോ ജോസ് ആന്റണി സംവിധാനം നിർവഹിച്ച മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. കുറച്ച് നർമ്മവും കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കുറച്ച് പ്രണയവും കുറച്ച് സൗഹൃദവും കുറെയേറെ രാഷ്ട്രീയവും ദേശീയതയും അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത ഒരു ഓൾ ഇൻ വൺ ഫോർമാറ്റിലാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം എത്തിയിരിക്കുന്നത്. മലയാളികൾക്കുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ശേഷം അങ്ങോട്ട് മലയാളിയുടെ പൊതുബോധത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളെയും എടുത്തു പറയുകയും കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. മതവും രാഷ്ട്രീയവും രണ്ടും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റം അതിന്റെ നടുവിൽ കടിച്ചു പിടിച്ച് തമ്മിൽ തല്ലുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം വളരെ നന്നായിട്ടാണ് ഷാരിസ് മുഹമ്മദ് എന്ന തിരക്കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ക്യൂൻ, ജനഗണമന എന്നീ ചിത്രങ്ങളിലെല്ലാം പറഞ്ഞ ഡിജോയുടെയും ഷാരിസിന്റെയും രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ജനഗണമനയുടെ അത്ര തീവ്രതയിലേക്ക് കടക്കുന്നില്ലെങ്കിലും ഇവിടെ നിവിൻ പോളി എന്ന നടനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള കോമഡി ട്രാക്കിലൂടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ആൽപ്പറമ്പിൽ ഗോപി എന്ന ചെറുപ്പക്കാരനും മൽഘോഷ് എന്ന സുഹൃത്തും അടങ്ങുന്ന ചെറുപ്പക്കാർ കണ്ണൂരിലെ ഒരു നാട്ടിൻപുറംകാരാണ്. ചെറിയ കളിയും ചിരിയും ഉടായ്പ പരിപാടികളും രാഷ്ട്രീയവും തല്ലുകൊടുത്തരവും ചെറിയൊരു പ്രണയവും ഒക്കെയായി അങ്ങനെ പോവുകയാണ് ആൽപ്പറമ്പിൽ ഗോപിയുടെ ജീവിതം. അതിനിടയിൽ നാട്ടിലൊരു പ്രശ്നം നടക്കുന്നു. രാഷ്ട്രീയവും മതവും വർഗീയതയും എല്ലാം ചേർന്ന് അതിനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് മാറ്റുന്നു. അതിനിടയിൽ ഗോപിക്ക് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നു. പിന്നീട് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. നിവിൻ പോളി അവതരിപ്പിക്കുന്ന ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിവിന്റെ കഥാപാത്രത്തിന് പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ നിവിന്റെ ഏറ്റവും സക്സസ് ആവുന്ന സേഫ് സോണിൽ തന്നെ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ആൽപ്പറമ്പിൽ ഗോപി. അതുപോലെ തന്നെ ധ്യാനിന്റെ മൽഘോഷ് എന്ന കഥാപാത്രവും. ഇരുവരും ചേരുമ്പോഴുണ്ടാവുന്ന കെമിസ്ട്രി തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ട്. അനശ്വര രാജന്റെ കഥാപാത്രവും ഒരു പരിധിവരെ നന്നായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രവും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മഞ്ജു പിള്ള, സലിം കുമാർ എന്നിവരും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവ് മേന്മകൾ നോക്കിയാൽ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ച ജെയ്ക്സ് ബിജോയ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആവറേജ് നിലവാരം മാത്രം പുലർത്തിയപ്പോൾ പശ്ചാത്തല സംഗീതം കിടിലമെന്ന് പറയേണ്ടി വരും. മതേതരത്വം എന്ന പേരിൽ സ്ഥിരമായി നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങൾ ക്രിഞ്ച് ആകുമോ എന്ന് തോന്നിയെങ്കിലും ആ രംഗങ്ങളൊക്കെ തന്നെ ജെയ്ക്സിന്റെ സംഗീതം കൊണ്ട് മാത്രമാണ് അപ്ലിഫ്റ്റ് ചെയ്തത്.